ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC CPOയുടെ റാപ്പിഡ് ഫയർ സീരീസിലെ 4ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് എല്ലാം റിവൈസ് ചെയ്ത് വരുന്നു. ഇന്ന് 4ാമത്തെ വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശിവാജി ദ ഫേമസ് മറാത്ത വാരിയർ ഫോട്ട് അഗൈൻസ്റ്റ് ഹു എമംഗ് ദ ഫോളോയിങ് മുഗൾ എംപറർ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഹുമയൂൺ, ഷാജഹാൻ, അക്ബർ, ഔറംഗസീബ്. നമ്മൾ ആൻസർ വരുന്നത് ഔറംഗസീബാണ്. ശിവാജി ഔറംഗസീബുമായിട്ടാണ് യുദ്ധത്തിലേർപ്പെട്ട് തോറ്റിട്ടുള്ളത്. അപ്പോൾ ശിവാജിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കൊങ്കണിൻ്റെ നോർത്തും സൗത്തും ആയിട്ടാണ് നമ്മുടെ ശിവാജിയുടെ മറാത്ത കിങ്ഡം വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ ശിവാജി 1648 പുരന്ദർ കോട്ട കൈയടക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം 1656 ജാവാലി കോട്ടയും കൈയടക്കി. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു നാഴികക്കല്ലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഈ കോട്ട കൈയടക്കിയതോടെ അദ്ദേഹത്തിൻ്റെ മറാത്ത കിങ്ഡത്തിൻ്റെ വ്യാപ്തി കൂട്ടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിലിറ്ററി സ്ട്രെങ്ത് അദ്ദേഹത്തിന് കൂട്ടാനും പറ്റി. അതുപോലെ 1659 ബിർജാപൂരിലെ ജനറലായ അഫ്സൽ ഖാനെ അദ്ദേഹം വധിക്കുകയുണ്ടായി. അതിനുശേഷം 1663 അദ്ദേഹം മുഗൾ ജനറലായ ഔറംഗസീബിൻ്റെ അങ്കിള് ഷൈസ്ത ഖാനെ പിന്തുടർന്ന് ആക്രമിക്കുകയുണ്ടായി. ഇതിൽ പ്രകോപിതനായ ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ രജപുത്തിലെ ജനറലായ രാജാ ജയ്സിംഗിനോട് ശിവാജിയെ കീഴടക്കാൻ പറയുകയും അതുപോലെ അദ്ദേഹത്തിനോട് ബിർജാപൂർ കൈയടക്കാനും പറഞ്ഞു. ആ ആജ്ഞയിൽ അദ്ദേഹം രാജാ ജയ്സിംഗ് പുരന്ദറിൽ വെച്ച് 1665 ശിവാജിയെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിനോട് ട്രീറ്റി ഓഫ് പുരന്ദർ സൈൻ ചെയ്യാനും പറഞ്ഞു. അതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, by the 42nd amendment in 1976 as introduced by the constitution, the chapter on the fundamental duties of citizens was incorporated into the options നോക്കുകയാണെങ്കിൽ ഷാ നവാസ് കമ്മിറ്റി, സജാർ കമ്മിറ്റി, സ്വരൻ സിംഗ് കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 1976 42nd അമെൻമെൻറ്റ് പ്രകാരം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൂടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ ഐഡിയ നമ്മൾ എടുത്തത് USSR നിന്നാണ്. അതുപോലെ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 1976 42nd അമെൻമെൻറ്റ് പ്രകാരം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൂടി പാർട്ട് 4A ആഡ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം തുടക്കത്തിൽ 10 ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായത്. പിന്നെ 2002 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ഒരു ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഇപ്പം 11 ഡ്യൂട്ടി ഉണ്ട്. അത് ആർട്ടിക്കിൾ 51A ഉള്ളത്. ആർട്ടിക്കിൾ 51A പാർട്ട് 4A വരുന്നത്. അതുപോലെ ഈ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് പാർട്ട് 4ന്റെ സോൾ ഓഫ് ദ ആർട്ടിക്കിൾ എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മൂൺ ഈസ് കറക്റ്റ്? The size of the illuminated part of the moon visible from the earth increases each day after the new moon day. അമാവാസി കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടുമ്പോഴും മൂണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതുപോലെ ആഫ്റ്റർ ദ ഫുൾ മൂൺ ഡേ ദ സൺലിറ്റ് പാർട്ട് ഓഫ് ദ മൂൺ വിസിബിൾ ഫ്രം ദ എർത്ത് ഡിക്രീസസ് ഇൻ സൈസ് എവറി ഡേ. അതുപോലെ പൗർണമി കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും എർത്ത് നിന്ന് കാണുന്ന മൂണിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാണ് ബോത്ത് 1 and 2, ഓൺലി 1, നെയ്തർ 1 nor 2, ഓൺലി 2. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് രണ്ടും കറക്റ്റാണ്. നമുക്കറിയാം അമാവാസി കഴിഞ്ഞ് വരുന്ന ചന്ദ്രൻ്റെ വലിപ്പം കൂടുകയും പൗർണമി കഴിഞ്ഞ് വരുന്ന ചന്ദ്രൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ചന്ദ്രന് സ്വന്തമായിട്ട് ലൈറ്റ് പുറത്തേക്ക് വിടാനുള്ള കഴിവില്ല. അപ്പോൾ അത് സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അതുപോലെ ചന്ദ്രൻ ഈസ്റ്റിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെയും സൂര്യൻ്റെയും നടുക്കായിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഇരുട്ട് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ അമാവാസി എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റിലുള്ള സമയത്ത് ചന്ദ്രനിൽ ഭൂമിയിൽ നോക്കുമ്പോൾ ചന്ദ്രൻ അമാവാസിയായിട്ടും പിന്നെ അത് ഗ്രാജ്വലി വെസ്റ്റിലേക്ക് പോകും തോറും അതിൻ്റെ സൈസ് കൂടി വരുവാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ആദ്യം അത് ന്യൂ മൂൺ ആയിരിക്കും, പിന്നെ അത് ക്രസൻറ്റ് മൂണായി മാറും, അങ്ങനെ അത് ഫുൾ മൂണിലേക്ക് എത്തും. ഇനി അത് വെസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫുൾ മൂണായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഈസ്റ്റിലാണെങ്കിൽ ന്യൂ മൂണാണ്, അതുപോലെ അത് വെസ്റ്റിലാണ് ഉള്ളതെങ്കിൽ
അതൊരു ഫുൾ മൂൺ ആയിരിക്കും. പിന്നെ ഫുൾ മൂൺ അത് തിരിച്ച് ഈസ്റ്റിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്ക് അതെന്ത് ചെയ്യും, അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. അങ്ങനെ ഈസ്റ്റിലെത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ന്യൂ മൂൺ ആവും. അപ്പോൾ അതിൻ്റെ സൈസ് കുറയുക ചെയ്യുന്നത്. ഇനി ഈ സൈക്കിള് 15 ദിവസത്തെ സൈക്കിളായി. ഒരു ന്യൂ മൂണിന് ഫുൾ മൂൺ ആവാനും ഫുൾ മൂണിന് ന്യൂ മൂണിലേക്ക് പോകാനുള്ളത് 15 ദിവസത്തെ ഗ്യാപ്പാണ് എടുക്കുന്നത്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് ചന്ദേരി ഓർ സീജ് ഓഫ് ചന്ദേരി ദ മുഗൾ എംപയർ ഹാഡ് ഡിഫീറ്റഡ് രജപുത്ത ഇൻ 1528. അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ അക്ബർ, ജഹാംഗീർ, ബാബർ, ഹുമയൂൺ. നമ്മൾ ആൻസർ വരുന്നത് അക്ബറാണ് രജപുത്തുമായിട്ട് ബാറ്റിൽ ഓഫ് ചന്ദേരിയിൽ യുദ്ധം നടത്തിയിട്ടുള്ളത്. അത് 1528. അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ബാറ്റിൽ ഓഫ് ചന്ദേരി 20 ജനുവരി 1528 നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അത് ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും രജപുത്തയും തമ്മിലായിരുന്നു. ഇനി ബാറ്റിൽ ഓഫ് ചന്ദേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാബർ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ഓഫ് കാൻവ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം എന്ത് ചെയ്തു, കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ഈ മാൽവയുടെയും ബുന്ദൽഖാന്തിൻ്റെയും അടുത്ത് വരുന്നതാണ് ചന്ദേരി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് പക്ഷേ എക്കണോമിക്കലിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതുപോലെ ഈ ചന്ദേരിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ മേദിനി റായി ആണ്. അപ്പം ഈ ബാബർ എന്ത് ചെയ്തു, മേദിനി റായിയോട് പറഞ്ഞു അവരുടെ ചന്ദേരിയിൽ നിന്ന് ശംസാബാദിലേക്ക് അവരെ സെൻട്രൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് മേദിനി അത് ചെയ്യൂല എന്ന് പറയും. അതിനെതിരെ ബാബർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ബാബർ എന്ത് ചെയ്തു, ചന്ദേരി ആക്രമിക്കുകയും, അതായത് 29 ജനുവരി 1528 ബാബർ ചന്ദേരി ആക്രമിക്കുകയും എന്നിട്ട് മേദിനി റായിയെ വധിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ബാബർ എന്ത് ചെയ്തു, മാൽവയിലെ ഒരു ഡിസെൻഡ് ആയ അഹമ്മദ് ഷാക്ക് ചന്ദേരി ഹാൻഡ് ഓവർ ചെയ്ത് അദ്ദേഹത്തിന് റൂൾ ചെയ്യാൻ കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ഇൻ 2012 ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിലിം ഡിഡ് പണ്ഡിറ്റ് ബിർജു മഹാരാജ് വിൻ ദ ബെസ്റ്റ് കൊറിയോഗ്രാഫി കാറ്റഗറി നാഷണൽ അവാർഡ്? അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നൻപൻ, വിശ്വരൂപം, അമ്പൂലി, അരവാൻ. അപ്പോൾ ആൻസർ വരുന്നത് വിശ്വരൂപമാണ്. നമുക്ക് വിശ്വരൂപ സിനിമയിൽ കുറേ കഥക്ക് ഡാൻസ് ഫോംസ് വരുന്നുണ്ട്. അതുപോലെ പണ്ഡിറ്റ് ബിർജു മഹാരാജും കഥക്കിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ പണ്ഡിറ്റ് ബിർജു മഹാരാജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, കഥക്കിലെ തന്നെ സ്പെസിഫിക്കേഷനായ കൽക്ക ബിന്ദാദിൻ ഘരാന അതിലായിരുന്നു പണ്ഡിറ്റ് ബിർജു മഹാരാജ് സ്പെഷ്യലൈസേഷൻ ചെയ്തത്. അതുപോലെ അദ്ദേഹത്തിന് 1986 പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കുറേ സിനിമകൾക്ക് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് ഉംറാവോ ജാൻ, ദേത് ഇഷ്കിയ, ബജ്രാവോ മസ്താൻ, ഇതെല്ലാം അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്ത കുറച്ച് സിനിമകളാണ്. ഇനി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ മാത്രമല്ല സംഗീത നാടക അക്കാദമി അവാർഡും കാളിദാസ് സമ്മാനും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2012 നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയത് വിശ്വരൂപത്തിൻ്റെ കൊറിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ അദ്ദേഹത്തിന് യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ബിർജ് മോഹൻ നാഥ് മിശ്രയാണ്. അതുപോലെ ഫെബ്രുവരി 4, 1938 ലക്നൌവിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി ഈ അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക്കേഷനായ ലക്നൗ ഘരാന അത് സ്റ്റാർട്ട് ചെയ്തത് ഔദിലെ നവാബായ വാജിദ് അലി ഷായാണ് അതിനൊരു തുടക്കം കുറിച്ചത്. അതുപോലെ ഇതിൽ ഭാവങ്ങളാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ ഇമോഷൻസും മൂഡ്സ് എല്ലാം ഭാവങ്ങൾ വഴിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ ഈ ലക്നൗ ഘരാനയുടെ മറ്റൊരു പേരാണ് പുരാബ് ഘരാന. അതുപോലെ 6 മെയിൻ ഘരാനകളിൽ ഒരെണ്ണാണ് ലക്നൗ ഘരാന എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ വരാന്ത റൈസിൻ്റെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് പരിചയപ്പെടുവാണെങ്കിൽ, ആദ്യം നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് വന്ന് നമുക്ക് ബേസിക് ക്ലാസ്സസ് തരും. അത് കഴിയുമ്പോൾ നമുക്ക് ബേസിക് സർക്കിൾസ് ഉണ്ട്. ബേസിക് സർക്കിൾസിൽ 5-6 കുട്ടികളായിട്ട് ഒരു ഗ്രൂപ്പായി ഇരുത്തി അവർക്ക് ബേസിക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് മെൻറ്റർ സപ്പോർട്ടോടുകൂടി അവർക്ക് ബേസിക് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോൾ എക്സ്ട്രീം സർക്കിൾസ് ഉണ്ട്. ഒരു എക്സാം വെച്ച് അത് ക്ലിയർ ചെയ്യുന്നവരെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. അതിലും മെൻറ്റർ സപ്പോർട്ട് കൂടി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ഈ കൊടുക്കുന്ന മെറ്റീരിയൽസ് കുറച്ചും കൂടി ഹയർ ലെവലായിരിക്കും. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ്. അത് കഴിഞ്ഞ് സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ച് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും സൂപ്പർ ബാച്ചുകൾ വരുന്നത്. ഓരോ എക്സാം എടുക്കുമ്പോൾ അതിന് 1-2 മാസം മുമ്പേ സൂപ്പർ ബാച്ചുകൾ തുടങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ റിപ്പ് ഉണ്ട്. റിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓൺലൈൻ മോക്ക് സീരീസ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും ഇൻക്രീസ് ചെയ്യാനാണ് റിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ഒരു എക്സ്പെർട്ട് ഇൻ്റർവ്യൂ പാനലിൽ വെച്ച് ആ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത് നമ്മുടെ മെച്ചപ്പെടുത്താനുള്ള ഭാഗങ്ങൾ ഏതാണെന്നും നമ്മുടെ നല്ല ഭാഗങ്ങൾ ഏതാണെന്നും പറഞ്ഞ് നമ്മളെ അതിൽ എക്സ്പെർട്ട് ആക്കുമായിരുന്നു മോക്ക് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ
വരാന്ത റേസിൻ്റെ ക്ലാസ്സസ് പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് റെഗുലർ ബാച്ച് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ച് ഉണ്ട്, അതുപോലെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടവർക്കുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫൗണ്ടർ ഓഫ് ഭൂദാൻ യജ്ഞ, അതായത് ലാൻഡ് ഗിഫ്റ്റ് മൂവ്മെന്റ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി, താരാഭായ് ഷിൻഡെ, ആത്മാറാം ജോഷി, വിനോബ ഭാവെ. നമ്മൾ ആൻസർ വരുന്നത് വിനോബ ഭാവെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഭൂദാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ലാൻഡ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ, ഇതൊക്കെ പറയുന്നത് എന്താ 1951 ഗാന്ധിയുടെ അനുഭാവിയായ വിനോബ ഭാവെ തെലങ്കാനയിലെ പൂച്ചാമ്പള്ളി വില്ലേജിൽ തുടങ്ങിയൊരു റെവല്യൂഷനാണ്. അതുപോലെ ഇതിൻ്റെ ഐഡിയ അദ്ദേഹത്തിന് കിട്ടിയത് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും ഖരം സ്വരാജ്യ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഐഡിയ കിട്ടിയത്. ഇതെന്താ സംഭവം വെച്ചാൽ ലാൻഡ് ഓണേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ലാൻഡ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ദാനം ചോദിക്കുകയും അവർ തരുന്ന ലാൻഡ് ഇല്ലാത്തവർക്ക് കൊടുത്ത് അങ്ങനെ ലാൻഡ് ഇല്ലാത്തവർക്ക് ലാൻഡ് കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ ഭൂദാൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വിനോബ ഭാവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനായക് നരഹരി വിനോബ ഭാവെ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അതുപോലെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി നോൺ വയലൻസ് മൂവ്മെൻറ്റിലൂടെ അദ്ദേഹം പൊരുതിയിരുന്നു. അതുപോലെ അദ്ദേഹം 1859 11 സെപ്റ്റംബറിനായിരുന്നു ജനിച്ചത്. അത് ബോംബെയിലെ ഗാഗോഡെ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹമായിരുന്നു ഇന്റർനാഷണൽ രാംസൺ മഗസ്യായ് അവാർഡ് 1958 എന്തിന് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് കിട്ടുന്ന ആദ്യത്തെ വ്യക്തി. അതുപോലെ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നയും കിട്ടിയിട്ടുണ്ട്. അത് 1983 അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം 1982 15 നവംബറിനായിരുന്നു അന്തരിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഹ്യൂമൻ ഡിസീസ് മൈക്രോ ഓർഗാനിസം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇസ് കറക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ഇത് നോക്കുകയാണെങ്കിൽ ട്യൂബർക്ലോസിസ് വൈറസ്, എയർ, പിന്നെ ചിക്കൻ ബോക്സ് വൈറസ്, വാട്ടർ ഓർ ഫുഡ്. നമ്മൾ ആൻസർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൺലി 2, ബോത്ത് 1 and 2, നെയ്തർ 1 nor 2, ഓൺലി 1. അപ്പോൾ നമ്മൾ ആൻസർ നെയ്തർ 1 nor 2 ആണ്. രണ്ട് ഓപ്ഷൻസും തെറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ TB എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വരുത്തുന്നൊരു അസുഖമാണ്. അത് മൈക്രോ ബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് ആണ് TB പരത്തുന്നത്. അതുപോലെ അത് മൈക്രോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഫാമിലിയിൽ പെട്ടതാണ് ഈ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ്. അതിൽ തന്നെ 200-ലധികം മെമ്പേഴ്സ് വരുന്നുണ്ട്. ഇനി TB എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതപ്പോൾ പൾമണറി TB എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ TB ലങ്സിൽ മാത്രമല്ല അതർ ഓർഗൻസിലും വരുന്നുണ്ട്. അതിന് എക്സ്ട്രാ പൾമണറി TB എന്നും പറയുന്നു. അതുപോലെ ഈ TB ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്തത് ഈജിപ്തിൽ 3000 BC. അതുപോലെ ഈ TB എന്ന് പറയുന്നത് ട്രീറ്റബിളും ക്യൂറബിളും ആയ അസുഖമാണ്. ഇനി അടുത്ത് ചിക്കൻ ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വാരിസെല്ല വൈറസ് ആണ് ചിക്കൻ ബോക്സ് പരത്തുന്നത്. അതായത് മെയിനായിട്ട് ചിൽഡ്രൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. പക്ഷേ അഡൽട്സിലും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പ്രെഡിങ് ഫോം നോക്കിയാൽ കഫിങ്, സ്നീസിങ്, ഷേക്കിംഗ് ഹാൻഡ്സ്, സ്പിറ്റിംഗ് ആൻഡ് കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, ഫ്ലൂയിഡ്സ്, ക്ലോത്ത്സ്, ഇതെല്ലാം ചിക്കൻ ബോക്സ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ. ഇനി അതുപോലെ അതിൻ്റെ മെയിൻ സിംറ്റം നോക്കുകയാണെങ്കിൽ ഇച്ചിങ്ങും പിന്നെ സ്മോൾ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലിസ്റ്റേഴ്സ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടിയ കുറച്ച് കുമിളകൾ വരുന്നതായിരിക്കും ചിക്കൻ ബോക്സിൻ്റെ ഒരു സിംറ്റമായിട്ട് വരുന്നത്. ഇനി ചിക്കൻ ബോക്സിന് ലഘു മസൂരിക എന്നും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കെട്ടിയ കുമിളകൾ പേഷ്യൻസിൻ്റെ ബോഡിയിൽ വരുന്നതുകൊണ്ടാണ് ലഘു മസൂരിക എന്നുള്ള പേര് വരുന്നത്. അതുപോലെ ഇതൊരു ഡേഞ്ചറസ് ആയിട്ട് ഡിസീസ് ആണ്. പക്ഷേ അത് കറക്റ്റായ ടൈമിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ജീവന് ആപത്തല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഹൈഡ്രോകാർബൺ. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആർ ഫെയർലി അൺറിയാക്റ്റീവ് ആൻഡ് ആർ ഇനേർട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് മോസ്റ്റ് റിയേജൻസ്. മോസ്റ്റ് കാർബൺ കോമ്പൗണ്ട്സ് ഓൾസോ റിലീസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓൺ ബേണിംഗ്. കാർബൺ കോമ്പൗണ്ട്സ് cannot get oxidized on combustion. Unsaturated hydrocarbons add hydrogen in the presence of catalysts such as palladium or nickel to give saturated hydrocarbons. നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ കാർബൺ കോമ്പൗണ്ട്സ് cannot get oxidized on combustion ആണ് കറക്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം കാർബൺ കോമ്പൗണ്ട്സ് ക്യാൻ ഗെറ്റ് ഓക്സിഡൈസ് ഓൺ കമ്പഷൻ ആണ് നമ്മളെ ശരിയായ ആൻസർ വരുന്നത്. അപ്പോൾ അതായത് പറയുകയാണെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിന് ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ്. അതുപോലെ കമ്പഷൻ റിയാക്ഷൻ എല്ലാം ഓക്സിഡൈസേഷൻ റിയാക്ഷൻ ആണ്. പക്ഷേ എല്ലാ ഓക്സിഡൈസേഷൻ റിയാക്ഷനും കമ്പഷൻ റിയാക്ഷൻ അല്ല. അതുപോലെ ഓക്സിഡൈസിങ് ഏജൻസിന്റെ പ്രസൻസിലാണ്
ഓക്സിഡൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ നമ്മൾ കമ്പഷൻ റിയാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പം അത് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കമ്പഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ വാർ ദാറ്റ് സ്പ്രെഡ് ബിയോണ്ട് സൗത്തേൺ ഇന്ത്യ ആൻഡ് ഇൻറ്റു ബംഗാൾ വെർ ബ്രിട്ടീഷ് ഫോഴ്സസ് അണ്ടർ റോബർട്ട് ക്ലൈവ് റീക്യാപ്ചേർഡ് കൽക്കട്ട ഫ്രം നവാബ് സിറാജുദ്ദൗള ഹു ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ഫ്രഞ്ച് വാസ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദ ബാറ്റിൽ ഓഫ് ബുക്സാർ ഇൻ 1764, ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757, ദ ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് ഇൻ 1760, ദ ബാറ്റിൽ ഓഫ് അഡയാർ ഇൻ 1746. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757 ആണ് കറക്റ്റ് ആൻസർ. അതായത് റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും ഏറ്റുമുട്ടിയത് ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ്. അതിൽ സിറാജുദ്ദൗളേനെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുയായ മിർജാഫർ കബളിപ്പിക്കുകയും അങ്ങനെ റോബർട്ട് ക്ലൈവുമായിട്ട് അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത്. അതുപോലെ 1756 ഫോർട്ട് വില്യം, കൊൽക്കട്ടയിലെ ഫോർട്ട് വില്യം അദ്ദേഹം കൈയടക്കുകയും പിന്നെ അതിന് അലി നഗർന്ന് പുനർനാമകരണവും ചെയ്യപ്പെട്ടു. അതിനുശേഷം വരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ടുള്ള നയങ്ങളുമായിട്ടുള്ള വിയോജിപ്പ് കാരണമായിരുന്നു ഈ പ്ലാസി യുദ്ധത്തിന് ഒരു കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ബോത്ത് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഡ്യുവൽ സിസ്റ്റം, ഡ്യുവൽ കോഡ് സിസ്റ്റം, മൾട്ടിപ്പിൾ കോഡ് സിസ്റ്റം, സിംഗിൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ്. അതായത് നമ്മുടെ സുപ്രീം കോർട്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അപ്പെക്സ് ആയിട്ടുള്ള കോർട്ട്. അവസാന തീരുമാനം വരുന്നത് സുപ്രീം കോർട്ടിൽ നിന്നായിരിക്കും. അതിന് താഴെ ഹൈക്കോർട്ട് വരുന്നുണ്ട്. അതിൻ്റെയും താഴെ സബോർഡിനേറ്റ് കോർട്സ് ആയിട്ട് സിവിൽ, ക്രിമിനൽ കോർട്സ് അങ്ങനെ കോർട്സും വരുന്നുണ്ട്. പക്ഷേ എന്തിനും അന്തിമ തീരുമാനം വരുന്നത് സുപ്രീം കോർട്ടിൽ നിന്നാണ്. പക്ഷെ നമുക്ക് അറിയാം US വരുന്നത് ഡബിൾ സിസ്റ്റം ഓഫ് കോർട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ഫാക്ട്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി കണ്ട് അത് നിങ്ങൾ പഠിച്ചെടുക്കുക. കഴിഞ്ഞ വീഡിയോകളിലെ 10 ക്വസ്റ്റ്യൻസ് വീതമുള്ളത് നിങ്ങൾ കണ്ട് പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.